അതേസമയം അമ്മ ഈ രാജീവ് മെമാനിക്ക് അയച്ച കത്തിൽ പറയുന്നത് ജോലി സമയം ക്രമീകരിക്കണം എന്നാണ്. കാരണം അമ്മയുടെ അഭിപ്രായത്തിൽ സെബാസ്റ്റ്യന്റെ അമ്മ അനിത അഗസ്റ്റിൻ പറയുന്നത് ഇനി ഒരു മക്കൾക്കും ഈ ദുരനുഭവം ഉണ്ടാകരുതെന്നും രാജ്യത്തുടനീളം തൊഴിലിടത്തെ ജോലി സമയം നിജപ്പെടുത്തണമെന്നും ജോലി സ്വഭാവത്തിൽ മാറ്റം വരണമെന്നും അനിത അഗസ്റ്റിൻ പറഞ്ഞു. നമുക്ക് അനിത അഗസ്റ്റിന്റെ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോയി വരാം. റിപ്പോർട്ടഡ് എക്സ്ക്ലൂസീവ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ വിട്ടത് ഇനിയൊരു കൊച്ചിനിങ്ങനെ എൻ്റെ മോളുടെ പോലെ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. വേറെ ഞങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഒരു ഡിമാൻഡ്സും ഇല്ല, ഒന്നുമില്ല. അവർക്ക് ഒരു മിനിമം ടൈം അവർക്ക് ലീവ്, റിലാക്സ് ചെയ്യാൻ വീക്കെൻഡ്സ് ഇതൊക്കെ കൊടുക്കണം. ടൈമിങ്സ് വേണം, ജോലി സ്ഥലത്ത് ടൈമിങ്സ് വേണം. ഇന്ത്യയിൽ മാത്രം പിള്ളേർ ഫേസ് ചെയ്യണ ഈ ബുദ്ധിമുട്ട് വേറെ ഒരു രാജ്യത്തും പിള്ളേർക്ക് ഇപ്പോൾ ഈ EY തന്നെ പുറത്തുള്ള ഒരു EYയും ഇങ്ങനെ പിള്ളേരെ പണിയിപ്പിക്കില്ല. നമ്മുടെ പിള്ളേർക്ക് കുറച്ചെങ്കിലും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയറൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. അമ്മയുടെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി, ഞാനൊരു മെസ്സേജ് വായിക്കുകയായിരുന്നു. ഏണസ്റ്റ് ആൻഡിങ്ങിലെ മറ്റൊരു ജീവനക്കാരൻ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് പേർ ഇപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രേക്ഷകൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന ഈ കമ്പനിയിൽ ഐ വർക്ക്ഡ് ഇൻ ഏണസ്റ്റ് ആൻഡ് യങ്, ദേ കൺസിഡർ എംപ്ലോയീസ് എസ് സ്ലേവ്സ്. അരുൺ കുമാർജി, ഇഫ് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ഐ ക്യാൻ ഷെയർ മൈ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും മാത്യു ജോർജ് എവിടെയാണെന്നങ്ങ് പറയൂ, ഞങ്ങളുടെ റിപ്പോർട്ടർ താങ്കളെ സമീപിക്കുന്നതാണ്. ഇനിയും ഈ അന്നയെപ്പോലെ ഒരു ഗതി ഒരു തൊഴിലാളിക്കും ഉണ്ടാവാൻ പാടില്ല. അവർ ആ ജോലി ഉപേക്ഷിച്ച് പോയതല്ല, അവർ ആ ജോലിയുടെ സമ്മർദ്ദം കാരണം സ്വയം ജീവൻ ഒടുക്കിയതല്ല, അവരുടെ ഹൃദയം പണിമുടക്കിയതാണ്. അത്രമേൽ സമ്മർദ്ദം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും എന്നത് ഉറപ്പാണ്. തീർച്ചയായും മാത്യു ജോർജ്, നിങ്ങളൊക്കെ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു എന്നത് തന്നെ വലിയ അത്ഭുതമുള്ള കാര്യമാണ്. താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു സ്ലേവ് മനോഭാവം ഇത്തരം കോർപ്പറേറ്റ് കമ്പനികളിൽ വളരെ വ്യാപകമായി കൂടുകയും ചെയ്യുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, വെരി ഗുഡ് മോർണിംഗ്. അമ്മ പറയുന്നതനുസരിച്ച് ഒരു ജോലിക്രമം നിശ്ചയിക്കണം ഈ കോർപ്പറേറ്റ് കമ്പനികൾ. യഥാർത്ഥത്തിൽ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളൊക്കെ ഈ കമ്പനിക്ക് ബാധകമാകേണ്ടതാണ്. നമ്മളിപ്പോൾ മൻസുഖ് മാണ്ഡവ്യ ആണെങ്കിലും ശോഭാ കരന്ദലജെ ആണെങ്കിലും തൊഴിൽ വകുപ്പ് മന്ത്രിയും സഹമന്ത്രിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറയുമ്പോൾ ഈ സർക്കാരൊക്കെ വിചാരിച്ചാൽ, തൊഴിൽ വകുപ്പ് വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊന്നും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമ്മ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അമ്മയുടെ ആവശ്യം? ലിബി. ഡോക്ടർ അരുൺകുമാർ, രാജ്യത്തെ മുഴുവൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയും ജോലി സമയം നിജപ്പെടുത്തണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അമ്മ ഉന്നയിക്കുന്നത്. ഈ അമ്മയുടെ ആവശ്യം എന്നുള്ളത് നമ്മുടെ മുഴുവൻ നിയമ സംവിധാനങ്ങളുടെയും മുഴുവൻ സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ ജാഗ്രത കുറവിന്റെ ഒരു പിഴവ് കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. അമ്മ അനിത അഗസ്റ്റിൻ വളരെ കൃത്യമായിട്ടാണ് കത്തയച്ചിരിക്കുന്നത്. ഈ മകൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ ഓരോന്നും കത്തിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. കമ്പനി സിഇഒയ്ക്കാണ്, EY കമ്പനിയുടെ പൂനെ സിഇഒയ്ക്കാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. ഈ കത്ത് അവിടെ നിന്ന് ചോർന്നതാകാമെന്നാണ് ബന്ധുക്കൾ നേരത്തെയും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ കത്ത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായപ്പോൾ മാത്രമാണ് നമ്മളുടെ പനമ്പള്ളി നഗറിലെ കൊച്ചി ബ്യൂറോയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കളമശ്ശേരിയിലെ നമ്മുടെ മെയിൻ ഓഫീസിൽ നിന്ന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കങ്ങരപ്പടി, കാക്കനാടിനടുത്ത്. ഈ കങ്ങരപ്പടിയിൽ 2 മാസം, ഇന്ന് കൃത്യം 2 മാസം ആവുകയാണ് സെപ്റ്റംബർ 20 ആകുമ്പോൾ. 2 മാസം മുമ്പ് ഇതേ ദിവസം ഈ കുട്ടി ഇത്രയും ജോലിഭാരം താങ്ങാനാവാതെ, അതായത് സ്കൂളിലും കോളേജിലുമൊക്കെ ടോപ്പറായിരുന്ന കുട്ടി, ഇത്രയും മിടുക്കിയായ ഒരു കുട്ടി ജോലിഭാരത്തിന്റെ കോർപ്പറേറ്റ് കമ്പനികളുടെ പീഡനത്തിനിരയായി മരിച്ചത് നമ്മൾ പോലും അറിയുന്നത് ഇത്തരത്തിൽ ഈ അമ്മയുടെ കത്ത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായപ്പോൾ മാത്രമാണ്. അമ്മയുടെ വളരെ വൈകാരികമായ കത്താണ് അമ്മ സിഇഒയ്ക്ക് അയച്ചിരിക്കുന്നത്. തൻ്റെ മകൾ ഒരു പ്രതീകം മാത്രമാണ്. ഇത്തരം വളരെ ഇച്ഛാശക്തിയോടുകൂടി പഠനരംഗത്ത് മുന്നോട്ട് വരുന്ന കുട്ടികളെല്ലാം സ്വപ്നം കാണുന്ന ഒരു കമ്പനിയാണ് EY കമ്പനി. EY കമ്പനിയുടെ കാര്യം തന്നെ അമ്മ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളോട് സംസാരിച്ചപ്പോഴും പറയുന്നുണ്ട്. EY കമ്പനിയുടെ ചെയർമാൻ രാജീവ് മേമാനി ഇത് അറിയണമെന്ന് പോലുമില്ല, അദ്ദേഹത്തിന് ഇത് അറിയണമെന്നില്ല, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് അച്ഛനും പറയുന്നുണ്ട്. ഈ ഓരോ കമ്പനികളും, പൂനെയിലെ കമ്പനിയിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ആ സിഇഒ അത് പുറത്തേക്ക് വിടുന്നില്ല. ഇവിടെ തന്നെ മാനേജരും അസിസ്റ്റന്റ് മാനേജരും, അതിൽ ഓർക്കേണ്ട കാര്യമുണ്ട്, അസിസ്റ്റന്റ് മാനേജർ ഒരു സ്ത്രീയാണ്. ഈ അസിസ്റ്റന്റ് മാനേജർ അധിക ജോലിഭാരം അന്നയ്ക്ക് കൊടുത്തിരുന്നു. അന്ന മിക്കപ്പോഴും രാത്രി 12:30, 1 മണിക്ക്, 1:30-ക്കൊക്കെയാണ് റൂമിലേക്ക് എത്തുന്നത്. അവിടെ വന്നാൽ ഇട്ടിരിക്കുന്ന വസ്ത്രം മാറാൻ പോലും പറ്റാത്ത രീതിയിൽ അവശയായി കിടന്നുറങ്ങുന്നു. വെളുപ്പിനെ തിരിച്ച് ജോലിക്ക് എത്തുന്നു. ശനിയും ഞായറും കമ്പനിയുടെ കണക്കിൽ അവധി ദിവസങ്ങളാണ്. പക്ഷേ ഒരു ദിവസം പോലും ഈ മാർച്ച് 1 മുതൽ ഇതുവരെ കുട്ടി മരണപ്പെടുന്ന ദിവസം വരെ അവധിയെടുക്കാനായിട്ടില്ല. മുഴുവൻ ദിവസങ്ങളിലും അധിക ജോലി നൽകിയാണ്. ഈ അവധി ദിവസങ്ങളെല്ലാം രാവും പകലും റൂമിലിരുന്ന് ജോലി ചെയ്യുകയാണ്. ഇത്തരത്തിൽ അധിക ജോലി ഭാരം നൽകിയപ്പോൾ ഒരു തവണ മാത്രം തിരിച്ച്
പറഞ്ഞിട്ടും ഇത് അവർ ഗൗനിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്, പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അമ്മ ഉന്നയിക്കുന്ന കാര്യം ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ മുഴുവൻ ഈ ജോലി സമയത്തിലുള്ള മാറ്റം എന്നുള്ളത് സർക്കാർ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതുമാത്രമല്ല EY കമ്പനിക്ക് തന്നെ ബഹിരാഷ്ട്ര കമ്പനിയിൽ, ഇന്ത്യയിലുള്ള 4ാമത്തെ ബഹിരാഷ്ട്ര കമ്പനിയാണത്. ഇത്തരത്തിലുള്ളൊരു അക്കൗണ്ടിംഗ് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അത് ഇത്തരം മിടുക്കികളായ കുട്ടികളുടെ സ്വപ്നം കൂടിയാണ് അവിടെ ജോലി ചെയ്യുക എന്നുള്ളത്. ജൂലൈ 15 കുട്ടിയുടെ പിറന്നാളായിരുന്നു. ജൂലൈ 1 എത്താമെന്ന് അച്ഛൻ ഉറപ്പ് കൊടുത്തതാണ്. എന്നിട്ടും മരണത്തിന് കീഴ്പ്പെടേണ്ട അവസ്ഥ വന്നു. അപ്പോഴും അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, EY കമ്പനിയുടെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഇത്രയും ജോലിഭാരം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മാനേജരും അസിസ്റ്റന്റ് മാനേജറും കൂടി താഴെ ജോലി ചെയ്യുന്ന മുഴുവൻ പേരിലേക്കും ഈ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഇന്ത്യയുടെ ഒരു കൾച്ചറാണ്. ഇതിനാണ് മാറ്റം വരേണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തൊഴിലിടത്തിൽ മാറ്റം വരണം എന്നുള്ള കാര്യം അവർ നിരന്തരമായി ഇപ്പോൾ ആവശ്യപ്പെട്ടു. ശരിയാണ്, അതൊരു മാനസികാവസ്ഥ കൂടിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ സ്റ്റീഫൻ ശേഖരൻ പറയുന്നു, ഗുഡ് മോർണിംഗ് ഡോക്ടർ, എല്ലാ പ്രൈവറ്റ് മേഖലയും ഏറെക്കുറെ ഇങ്ങനെയാണ്, ആരും പേടിച്ചൊന്നും പറയില്ല. ഏണസ്റ്റ് ആൻഡ് യങ്ങിലെ കൂടുതൽ ജീവനക്കാർ നമുക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എനിക്കൊന്നും നമുക്ക് ഇവരെയൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ലേബി കൂടുതൽ പ്രതികരണങ്ങൾ കിട്ടും. നമ്മൾ അപ്പോൾ കരുതിയതുപോലെയൊന്നും അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഏണസ്റ്റ് ആൻഡ് യങ് പോലെയുള്ള വലിയ ഒരു സ്ഥാപനം, വലിയ ബ്രാൻഡഡായ ഒരു സ്ഥാപനം, ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി, അവിടുത്തെ തൊഴിലിടത്തിലെ സമ്മർദ്ദം എന്നുള്ളത് താങ്ങാനാവുന്നില്ല എന്ന് ഒരുപാട് പേർ ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് ലേബി. എന്തായാലും ചില പ്രേക്ഷകർ പറയുന്നത് ഇത് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരുടെ സമ്മർദ്ദം പോലെയാണ്, ആ സമ്മർദ്ദം ഇതിനും മേളിൽ നിൽക്കും എന്ന് നവമി കൃഷ്ണ എന്ന് പറയുന്ന മറ്റൊരു പ്രേക്ഷക പറയുന്നു. എന്തായാലും ആ അമ്മയുടെ നടപടി കുറേ മക്കൾക്കെങ്കിലും തുണയാകട്ടെ എന്നാണ് പ്രസാദ് ZM പറയുന്നത്. അപ്പോൾ ലേബി, നമുക്കെന്തായാലും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പോകാം. ഈ കമ്പനിയിൽ നിന്നുള്ളൊരു പ്രതികരണം നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ കമ്പനി ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതികരണവും നൽകിയിട്ടില്ല, അല്ലേ? മാത്രവുമല്ല, ഇതിൽ അന്വേഷണം നടത്തണമെന്ന് കുടുംബത്തിൻ്റെ ആവശ്യത്തിനെ അവർ ഒഴുക്കൻ മട്ടിൽ തള്ളിക്കളയുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കമ്പനിയുടെ പോളിസി അനുസരിച്ച് മാനേജറും അസിസ്റ്റന്റ് മാനേജറും പ്രവർത്തിച്ചു, ഇവർ ഹൃദയ സംബന്ധമായ കാരണങ്ങളാൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നതാണല്ലോ കമ്പനി നിയമപരമായി ഇതിൽ പറയുന്നത്. അതുകൊണ്ട് അതിൽ അന്വേഷണം നടത്തുകയോ നടപടി ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്ന് തോന്നുന്നു. പക്ഷേ അവരുടെ ഒരു മനസ്ഥിതിയെങ്കിലും മാറിയാൽ മതിയായിരുന്നു, അല്ലേ ലേബി? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ 4 പേരാണ് EY കമ്പനിയിലെ പൂനെ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയത്. ഇന്നലെ അതിനുശേഷമാണ് നമ്മൾ അവരുടെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 4 പേരോടും മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ വൈകാരികമായുള്ള പ്രകടനമല്ല തങ്ങൾ നടത്തിയത്. മറ്റുള്ള ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി തങ്ങൾ നടപടി എടുത്തേ മതിയാകൂ എന്നുള്ള കർശന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതായത് മാനേജർക്കും അസിസ്റ്റന്റ് മാനേജർക്കുമെതിരെ, 2 പേരും ബംഗാൾ സ്വദേശികളാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അസിസ്റ്റന്റ് മാനേജർ സ്ത്രീ കൂടിയാണ്. എന്നിട്ടും ഒരു പരിഗണന ഒരു പെൺകുട്ടിക്ക് ലഭിച്ചില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ട കാര്യമാണ്. എന്നിട്ട് ഇവർക്ക് 2 പേർക്കുമെതിരെ കർശനമായ നടപടി വേണമെന്നാണ് ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞത്. പക്ഷേ ഒരു മൗനമല്ലാതെ മറുപടി ഒന്നും EY കമ്പനി ഉടമകൾ, EY കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർ ഈ കുടുംബത്തിന് നൽകിയിട്ടില്ല. ഓക്കെ ലേബി, മാത്യു ജോർജിനെ പോലെ ലിസി ജോർജ്, അതേപോലെ അനിൽ KG, ഒരുപാട് പ്രേക്ഷകർ, ഗണേഷ് 127 ഒഫീഷ്യൽ പറയുന്നു ഇത് ബാങ്കിംഗ് മേഖലയിലും ഇതിനേക്കാൾ വലിയ സമ്മർദ്ദമാണ് എന്നാണ്. This situation is not only at companies like Ernst & Young. I'm in banking industry since last 17 years. Please make an inquiry at banks like Kotak Mahindra. ഇത്തരം ബാങ്കുകളിലെല്ലാം പ്രവർത്തിക്കുന്നവരും ഇത്തരം സമ്മർദ്ദത്തിനടിപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. ഒന്നും നടക്കില്ല, കോർപ്പറേറ്റുകൾ അങ്ങനെയാണ്. പ്രതികരണശേഷിയുള്ള തൊഴിലാളി സംഘടനകൾ എല്ലാ മേഖലയിലും വരണം. 1-2 കമ്പനികളിൽ മാത്രമല്ല, പല ഷോപ്പുകളിൽ പോലും ഇത്തരം അവസ്ഥയുണ്ട്. ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് ലേബി. എനിക്ക് തോന്നുന്നു പണ്ട് കാൾമാക്സ് ഒക്കെ ഈ ജോലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് മൂലധന ശക്തികൾ, വലിയ വലിയ മൂലധന ശക്തികളായി മാറുന്നത്, അത് തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടും ആ തൊഴിലിനെ ചൂഷണം ചെയ്തുകൊണ്ടുമാണ്. യഥാർത്ഥത്തിൽ തൊഴിലാളിക്കാകെയുള്ള മൂലധനം എന്ന് പറയുന്നത് അവൻ്റെ തൊഴിലാണല്ലോ. ആ തൊഴിലിനെ ആ തൊഴിലാളിയുടെ ജീവിതത്തെ തന്നെ നഷ്ടപ്പെടും. മാക്സിൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, ഏലിയനേഷൻ എന്നാണ് പറയുക. അവൻ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നാണ്. അന്യവൽക്കരിക്കപ്പെടുന്നത് അവനവൻ്റെ ജോലിയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടും, ഉൽപ്പന്നത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടും, അവനിൽ നിന്നു തന്നെ അവൻ അന്യവൽക്കരിക്കപ്പെടും. അന്നയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെട്ടു എന്നതാണ് ഈ കോർപ്പറേറ്റ് ചൂഷണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പാഠം. അത് വലിയ പാഠമായിരിക്കട്ടെ. ഇനിയെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ ആ ലാഭത്തിൻ്റെ ചെറിയ വിഹിതം ഈ തൊഴിലാളികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ വളരെ സന്തോഷത്തോടു കൂടിയ പണി ചെയ്യുമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു ചെറിയ ഇടവേള വേണം. താങ്ക് യു ലേബി, അമ്മയുടെ കത്തും അമ്മയുടെ പ്രതികരണവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൽ.